നമസ്കാരം. ഗ്ലോബൽ സമയത്തിലേക്ക് സ്വാഗതം. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നും നിരവധി ആളുകളാണ് യുഎസിലേക്ക് ജോലിക്കും പഠനത്തിനുമായി പോകുന്നത്. യുഎസ് സ്വപ്നം കാണുന്ന ഭൂരിഭാഗം ആളുകളുടെയും ഏറ്റവും വലിയ ലക്ഷ്യം അല്ലെങ്കിൽ സ്വപ്നം എന്ത് എന്ന് ചോദിച്ചാൽ അവർക്ക് ഒറ്റ ഉത്തരമേ കാണൂ: ഗ്രീൻ കാർഡ് അല്ലെങ്കിൽ യുഎസ് പൗരത്വം. അങ്ങനെ യുഎസ് ഗ്രീൻ കാർഡിന് അപേക്ഷിച്ച് കാത്തിരിക്കുന്നവർക്ക് ഏറ്റവും വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഗ്രീൻ കാർഡ് പ്രോസസ്സ് ചെയ്യുന്നതിനായിട്ടുള്ള കാലതാമസം. ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം യുഎസ് കുടിയേറ്റ നിയമങ്ങളിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയ കാര്യവും നമുക്കറിയാവുന്നതാണ്. ഇതിന്റെ ഭാഗമായി ആയിരക്കണക്കിന് ആളുകളുടെ ഗ്രീൻ കാർഡ് അപേക്ഷകളാണ് ഇപ്പോൾ പെൻഡിംഗ് ആയിട്ടുള്ളത്. ഗ്രീൻ കാർഡ് അപേക്ഷകളിൽ ഇപ്പോൾ നടപടികൾ സ്വീകരിക്കുന്നത് താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ് എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ. ഇതിന് പിന്നിലെ പ്രധാന കാരണം FBI പുതിയ സുരക്ഷാ പരിശോധനകളാണ്. എന്താണ് ഈ പുതിയ മാറ്റങ്ങൾ? ഇത് ആരെയൊക്കെ ബാധിക്കും? ഇന്ത്യക്കാർക്ക് ഇത് ആശങ്കയുണ്ടാക്കുന്നതാണോ എന്നാണ് ഇന്ന് നമ്മൾ വിശദമായി നോക്കുന്നത്. യുഎസ് പൗരത്വം, ഗ്രീൻ കാർഡ്, അഭയാർത്ഥി പദവി എന്നിവയ്ക്കായി അപേക്ഷിച്ചവരുടെ ഫയലുകൾ വീണ്ടും കടുത്ത സുരക്ഷാ പരിശോധനയ്ക്ക് വിധേയമാക്കാൻ ട്രംപ് ഭരണകൂടം ഉത്തരവിറക്കിയിരിക്കുകയാണ്. ഇതിനെക്കുറിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മുമ്പ് അഭയാർത്ഥി കേസുകൾക്കുള്ള ഇടവേള കുറച്ചതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ട്രാവൽ ബാൻ ലിസ്റ്റിലുള്ള 39 രാജ്യങ്ങളിൽ നിന്നുള്ള അപേക്ഷകരുടെ കാര്യത്തിൽ കാലതാമസം ഇപ്പോഴും തുടരുന്നുണ്ട്. എന്താണ് അപേക്ഷകൾക്കുള്ള പുതിയ സുരക്ഷാ പരിശോധന? നമുക്ക് വിശദമായി നോക്കാം. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസ് ഉദ്യോഗസ്ഥർക്ക് നൽകിയ പുതിയ നിർദ്ദേശമനുസരിച്ച് നിലവിൽ തീരുമാനമാകാതെ കിടക്കുന്ന അപേക്ഷകൾ വീണ്ടും FBI ക്രിമിനൽ ഹിസ്റ്ററി ഡേറ്റാബേസുമായി ഒത്തുനോക്കണം. ഈ പരിശോധന പൂർത്തിയാകുന്നതുവരെ അപേക്ഷകളിൽ യാതൊരുവിധ അന്തിമ തീരുമാനവും എടുക്കാൻ പാടില്ല. കഴിഞ്ഞ കുറേ വർഷങ്ങളായി USCIS FBI ഡേറ്റാബേസ് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഇപ്പോൾ നടപ്പിലാക്കുന്നത് അതിനേക്കാൾ വിപുലമായ പരിശോധനയാണ്. കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടവരെയും യുഎസിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്നവരെയും തുടക്കത്തിലെ കണ്ടെത്തുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. ആരെയൊക്കെ ഇത് ബാധിക്കും? നമുക്ക് നോക്കാം. പുതിയ പരിഷ്കാരം പ്രധാനമായും ബാധിക്കുന്നത് ഫിംഗർ പ്രിന്റ് ആവശ്യമുള്ള അപേക്ഷകളെയാണ്. പുതിയ ഗ്രീൻ കാർഡ് അപേക്ഷകർ, അമേരിക്കൻ പൗരത്വത്തിനായി അപേക്ഷിച്ചവർ, യുഎസ് പൗരന്മാരോ അല്ലെങ്കിൽ ഗ്രീൻ കാർഡ് ഉടമകളോ തങ്ങളുടെ ബന്ധുക്കൾക്കോ പങ്കാളികൾക്കോ വേണ്ടി നൽകിയ അപേക്ഷകളെയാണ് ഇത് കൂടുതലായി ബാധിക്കുന്നത്. ഏപ്രിൽ 27 മുമ്പ് വിരലടയാളം നൽകിയവർ പോലും ഈ പുതിയ പരിശോധനയ്ക്ക് വിധേയരാകേണ്ടി വരും. എന്നാൽ ഒരു അപേക്ഷ നിരസിക്കാൻ ഉദ്യോഗസ്ഥർ നേരത്തെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത്തരം കേസുകൾ വീണ്ടും പരിശോധിക്കേണ്ടതില്ലെന്നും നിർദ്ദേശമുണ്ട്. എന്തുകൊണ്ട് ഈ മാറ്റം? ഫെബ്രുവരിയിൽ പ്രസിഡന്റ് ട്രംപ് ഒപ്പിട്ട പുതിയ എക്സിക്യൂട്ടീവ് ഉത്തരവിന്റെ ഭാഗമായാണ് ഈ നടപടികൾ. യുഎസിലെ ആളുകളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് FBI ഡേറ്റാബേസുകൾ പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നാണ് അദ്ദേഹം ഉത്തരവിട്ടിരിക്കുന്നത്. നിയമവിരുദ്ധമായി യുഎസിൽ കഴിയുന്നവരെയോ ക്രിമിനൽ പശ്ചാത്തലമുള്ളവരെയോ കണ്ടെത്തി നീക്കം ചെയ്യുക എന്നതാണ് ട്രംപ് ഭരണകൂടത്തിന്റെ നിലപാട്. കൂടാതെ സോഷ്യൽ മീഡിയ പരിശോധനയും കടുപ്പിച്ചിട്ടുണ്ട്. അപേക്ഷകരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ പരിശോധിച്ച് യുഎസ് വിരുദ്ധ നിലപാടുകൾ ഉള്ളവരെ കണ്ടെത്താനും അവരെ നീക്കം ചെയ്യാനും നിർദ്ദേശമുണ്ട്. എത്ര കാലം ഈ കാലതാമസം നീളും? അപേക്ഷകർക്കിടയിൽ വലിയ ആശങ്ക നിലനിൽക്കുന്നുണ്ടെങ്കിലും സുരക്ഷാ പരിശോധനകൾ വേഗത്തിൽ പൂർത്തിയാക്കുമെന്നും യുഎസ് ജനതയുടെ സുരക്ഷയ്ക്കാണ് പ്രഥമ പരിഗണനയെന്നും USCIS ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഈ താമസം താൽക്കാലികം മാത്രമാണെന്നും അദ്ദേഹം പറഞ്ഞു. എങ്കിലും നിലവിലുള്ള ബാക്ക്ലോഗുകൾ കാരണം അപേക്ഷകൾക്ക് കാലതാമസം നേരിടേണ്ടി വന്നേക്കാം എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. യുഎസിലെ കുടിയേറ്റ സംവിധാനം കൂടുതൽ കടുപ്പമേറിയതായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഗ്രീൻ കാർഡ് സ്വപ്നം കാണുന്ന ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ പുതിയ മാറ്റങ്ങൾ വളരെ നിർണായകമാണ്. അതുപോലെ അപേക്ഷാ നടപടികൾ കൂടുതൽ വൈകിപ്പിക്കാൻ സാധ്യതയുണ്ട്. ഓരോ കുടിയേറ്റക്കാരന്റെയും പശ്ചാത്തലം കൃത്യമായി പരിശോധിക്കപ്പെടണം എന്ന കർശന നിലപാടിലാണ് നിലവിലെ യുഎസ് ഭരണകൂടം. ഇത്തരം പുതിയ നിയമങ്ങളെക്കുറിച്ചും മാറ്റങ്ങളെക്കുറിച്ചും കൃത്യമായി അറിഞ്ഞിരിക്കുക എന്നത് വിദേശികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്.